ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന പേര് അല്ലെങ്കിൽ നേതാക്കൾ ഏറ്റവും ചർച്ചയ്ക്ക് കേസിയുടെ പേരാണ്. മറ്റാരുടെ പേര് ഞാൻ ഒരു പേരിലേക്കും ഇപ്പം ഞാൻ കിടക്കുന്നില്ല. ആ പേരുകളൊക്കെ പല പേരുകൾ വരാം. ആ പേരുകളൊക്കെ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഓരല്ല എല്ലാവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇലക്ഷൻ ഫലം അനുകൂലമാകുമെന്ന് കരുതുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ചർച്ചയുടെ സമയമായിട്ടില്ല. 4-ാം തീയതിയിലെ റിസൾട്ട് വരട്ടെ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് ആരായും. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ച് ഒരു തീരുമാനം പറയും. ആ തീരുമാനം കോൺഗ്രസിലെ എല്ലാവരും അംഗീകരിക്കും. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. അതിനായിട്ട് കാത്തു നിൽക്കണം. അതിനിടയിൽ ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല. അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കേസ് നയിക്കട്ടെ എന്നുള്ളതാണ് ഇന്നലെ കെ സുധാകരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട അതിനുള്ളിൽ പതിയിരിക്കുന്നുമുണ്ട്. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയാം. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. പക്ഷേ ഇത് ഒരാളല്ല, കേസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ഇപ്പോൾ അസമയത്താണ്. കാരണം 4-ാം തീയതിയിലെ ഫലം വരട്ടെ. ഫലം വന്നു കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് വേദിയൊരുക്കും. ആ വേദിയിൽ പറയണം. പരസ്യമായിട്ടല്ല, മാധ്യമങ്ങളിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതെല്ലാം സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാവും. അതായത് രണ്ടാം തരം നേതാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ നേതാക്കളൊന്നുമല്ല, മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പരസ്യമായി ഒരാളെ പിന്തുണച്ചുകൊണ്ട് അതും ഞാൻ പറഞ്ഞല്ലോ, ആരാണെങ്കിലും പറയേണ്ട സമയത്തും പറയേണ്ട രീതിയിലുമാണ് പറയുന്നത് ഉചിതം. അതാണ് എന്റെ അഭിപ്രായം. അത് കൃത്യമായി അതല്ല നമ്മളിപ്പോൾ പറയേണ്ടത്. ജനങ്ങളുടെ മുൻപിൽ കോൺഗ്രസ് വളരെ യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനവസരം കിട്ടും. മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം അതിനവസരം കിട്ടും. ആ അവസരം ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന പേര് അല്ലെങ്കിൽ നേതാക്കൾ ഏറ്റവും ചർച്ചയ്ക്ക് കേസിയുടെ പേരാണ്. മറ്റാരുടെ പേര് ഞാൻ ഒരു പേരിലേക്കും ഇപ്പം ഞാൻ കിടക്കുന്നില്ല. ആ പേരുകളൊക്കെ പല പേരുകൾ വരാം. ആ പേരുകളൊക്കെ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും.